ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിൽ പ്രതി ആലിയ കുന്നേൽ ഹമീദ് കുറ്റക്കാരനെന്ന് കോടതി. 2022 മാർച്ച് 19-നായിരുന്നു 4 പേരെ ഇയാൾ കൊലപ്പെടുത്തിയത്. പ്രതിക്കുള്ള ശിക്ഷ 30-ാം തീയതി വിധിക്കും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ചീനിക്കുഴിയിലെ ഫൈസലിന്റെയും കുടുംബത്തിന്റെയും. സ്വന്തം പിതാവ് തന്നെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത്. 9ഉം 11ഉം വയസ്സുള്ള തന്റെ പേരക്കുട്ടികളെ അടക്കം ഹമീദ് ജീവനോടെ കത്തിക്കുകയായിരുന്നു. അയൽവാസിയായ രാഹുലിന്റെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. കൊല്ലപ്പെട്ട പെൺകുട്ടികൾ വീടിന് തീപിടിച്ചതിന് പിന്നാലെ സഹായത്തിനായി വിളിച്ചത് അയൽവാസിയായ രാഹുലിനെയായിരുന്നു. രാഹുൽ ഫൈസലിന്റെ വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്നത് പ്രതിയായ ഹമീദ് പെട്രോൾ നിറച്ച കുപ്പികൾ വീടിനകത്തേക്ക് എറിയുന്നതാണ്. ഈ മൊഴി പ്രതിക്കെതിരായ കുറ്റം സ്ഥാപിക്കാൻ കോടതിയിൽ പ്രോസിക്യൂഷനെ സഹായിച്ചു. മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന ശേഷം പ്രതിയായ ഹമീദ് ആദ്യം വിളിക്കുന്നത് തന്റെ സഹോദരനെയാണ്. സഹോദരന്റെ ഭാര്യയാണ് ഫോൺ എടുക്കുന്നത്. താൻ ഈ കൃത്യം നിർവഹിച്ചു എന്ന് അവരോട് ഹമീദ് പറയുന്നു. ഇത് ആ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. ശാസ്ത്രീയ പരിശോധനയിലൂടെ ഈ ശബ്ദം ഹമീദിന്റേത് തന്നെയാണെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. കോടതി കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് ഹമീദ് അത് കേട്ടുനിന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആദ്യഘട്ടത്തിൽ ചോദിച്ചു. എന്നാൽ ഒന്നും പറയാനില്ലെന്നായിരുന്നു ആദ്യ പ്രതികരണം. പിന്നീട് ഹമീദ് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ജയിലിലെ അസൗകര്യങ്ങളെക്കുറിച്ചും കോടതിയെ അറിയിച്ചു. IPC 436, 302 വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടു. ശിക്ഷയെപ്പറ്റി ഇന്ന് വാദം കേട്ടു. പ്രായം പരിഗണിക്കാതെ ഹമീദിന് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പ്രായം പരിഗണിച്ച് ഹമീദിന് ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടു. കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് മറ്റന്നാൾ അറിയാം. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.